അവസാനത്തെ ചക്രവർത്തിയായ 6 വയസ്സുകാരൻ പൂയി സ്ഥാനമൊഴിഞ്ഞതോടെ 2000 വർഷത്തോളം നീണ്ടുനിന്ന ചൈനയിലെ സാമ്രാജ്യത്വത്തിന് അന്ത്യം കുറിക്കുന്നു. ചൈനീസ് കലണ്ടറിലെ സിൻഹായ് വർഷത്തിലാണ് ഈ വിപ്ലവം നടന്നത്. അതിനാൽ ഈ വിപ്ലവത്തെ സിൻഹായ് വിപ്ലവം എന്ന് വിളിക്കപ്പെടുന്നു. റിപ്പബ്ലിക് ചൈന പിന്നീട് ഒരു കൊടിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. മാവോ സേതുങ്ങിന്റെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിങ്താങ് പാർട്ടിയും തമ്മിലുള്ള അധികാരത്തിനും ആശയസമന്വയത്തിനുമായിട്ടുള്ള പോരാട്ടങ്ങൾ നിരന്തരം തുടർന്നു. 1927 മുതൽ 1949 വരെ നീണ്ട കൊടിയ പോരാട്ടങ്ങൾക്കൊടുവിൽ മാവോയുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു. കർഷകരുടെയും തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പ്രിയ നേതാവായിരുന്ന മാവോ സേതുങ് രാജ്യത്തെ കാർഷികപരമായും വ്യവസായപരമായും ഒക്കെ അത്യുന്നതിയിൽ എത്തിക്കുവാൻ വേണ്ടി പല പരിഷ്കാരങ്ങളും നടപ്പിൽ വരുത്തുന്നു. അവയിൽ പല ആശയങ്ങളും രാജ്യത്തെ ഒരു ലോകശക്തി ആക്കുവാനുള്ള വിത്തുകൾ വിതയ്ക്കുന്നു. എങ്കിലും അദ്ദേഹം നടപ്പിൽ വരുത്തുവാൻ ശ്രമിച്ച പല ആശയങ്ങളും ഒരു വലിയ ബുദ്ധിശൂന്യതയായിട്ട് ഭവിക്കുന്നതും നമുക്ക് കാണാം. ഉദാഹരണത്തിന് കൃഷി മാത്രം പരിചിതമുണ്ടായിരുന്ന സാധാരണ ജനങ്ങളെ കൊണ്ട് ഇരുമ്പുൽപാദനം നിർബന്ധമായി നടപ്പിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ കൃഷിയും വ്യവസായവും ഒരേപോലെ അധപ്പതിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിലും മാവോയുടെ കാലത്ത് ഭൂപരിഷ്കരണത്തിലൂടെ ചൈനയെ ഒരു സോഷ്യലിസ്റ്റ് പാതയിലേക്ക് നയിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും രാജ്യത്തിൻ്റെ വൻ സാമ്പത്തിക തകർച്ചയും ഭരണകൂടത്തിനുള്ള എതിർപ്പുകളെ തുടർന്നുള്ള വൻ നരഹത്യകളും ഒക്കെ മാവോയുടെ ഭരണത്തിൻ്റെ തിക്തഫലങ്ങളാണ്. മാവോയുടെ മരണം വരെ ചൈനയുടെ സ്ഥിതി അത്യാവശ്യം ശോകമായി തന്നെ തുടർന്നിരുന്നു. ദാരിദ്ര്യത്താലും സാമ്പത്തിക തകർച്ചയാലും സാമൂഹിക അസ്വസ്ഥതകളാലും പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്ന ചൈനയ്ക്ക് ഒരു മിശിഹ ആയി 1978 ഒരു മനുഷ്യൻ വരുന്നു. ടെങ് സിയാവോപിങ്.